ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് ഇതാ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു വിജയം കണ്ടു. അതും മോഹൻ ബഗാൻ്റെ സ്റ്റേഡിയത്തിൽ പോയി അവരെ പഞ്ഞിക്കിട്ട് എന്ന് തന്നെ പറയണം. എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പരാജയപ്പെട്ടു, അതാണ് സത്യം. മറ്റൊരു മത്സരം കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ്. ആവേശഭരിതമായ മത്സരം തന്നെ പറയാം. ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് മുട്ടി നോക്കി, മാക്സിമം നോക്കി ഫസ്റ്റ് തന്നെ ഒരു ഗോൾ നേടാൻ, നടന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു. ഫസ്റ്റ് ഹാഫിൽ അവരൊരു ഗോൾ സ്കോർ ചെയ്തു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മിസ്സിലൂടെ. പ്രോപ്പർ ക്ലിയറൻസ് അല്ലായിരുന്നു, അത് മുതലെടുത്ത് സെക്കൻഡ് പോസ്റ്റ് ഉണ്ടായിരുന്ന അവരുടെ താരം ഗോൾ അടിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു തുണക്കത്തോടു കൂടി കളിച്ചു, പന്തിണക്കത്തോടു കൂടി ഒക്കെ കളിച്ച് കഷ്ടപ്പെട്ട് ഒരു ഗോൾ നേടി. ജിമിനസിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കുറേയധികം അവസരങ്ങൾ ജിമിനസിന് ലഭിച്ചിരുന്നു, 2 അവസരങ്ങളോളം ജിമിനസിന് ലഭിച്ചിരുന്നു. ഒന്ന് ബാക്ക് ഹീൽ ബംഗളൂരിനെതിരെ നടത്തി ഒത്തില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പം ജിമിനസിന് എന്ത് ചെയ്തു, മറ്റൊരു ചാൻസ് ലഭിച്ചു. ഗോളി മാത്രം മുമ്പിലേക്ക് ഒരു അവസരം, പക്ഷേ അതടിച്ച് പുറത്ത് കളയുകയായിരുന്നു. പിന്നീട് ലഭിച്ച ചാൻസാണ് അദ്ദേഹം ഗോളിലേക്ക് എത്തിച്ചത്. ആദ്യ ഗോളായിരുന്നു ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ. 1-1 ഡ്രോ ആക്കി. അതൊരു ലോങ് ഷൂട്ടായിരുന്നു. ഗോളി പാസ് നൽകി സുഭാഷിഷ് ബോസിനെതിരെ ഒരു പ്രഷർ ചെയ്തപ്പോൾ അദ്ദേഹം അത് മിസ് പാസ് നൽകുകയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ജിമിനസ് പ്ലെയർ അത് ഗോളാക്കുകയും ലോങ് ഗോൾ നൽകുകയും ചെയ്തു. പിന്നീട് അവരുടെ ഭാഗത്തു നിന്ന് മിസ് ഉണ്ടായി. മിലോസ് ടിൻസിച്ച് ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തു. അങ്ങനെ 2-1 സ്കോറിൽ 85-ാം മിനിറ്റ് വരെ ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിന്നു. അതിനിടയിലും നോഹ സദോയ്ക്കും പല അവസരങ്ങൾ ലഭിച്ചു. അതുപോലെ 2-3 അവസരങ്ങൾ ലഭിച്ചു. പല താരങ്ങൾക്കും അവസരങ്ങൾ നിരവധി ലഭിച്ചു. പിന്നീട് അവർ 85-ാം മിനിറ്റിന് ശേഷം ഒരു 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അതായത് ആഷിഖ് കുരുണിയനെയും ഇറക്കി, അതുപോലെ തന്നെ കമ്മിൻസിനെ ഇറക്കി. കുറച്ച് കഴിയുമ്പോഴേക്കും അവർ സ്കോർ ചെയ്തു. കമ്മിൻസിലൂടെ നമ്മുടെ ആഷിഖ് കുരുണിയുടെ അറ്റാക്കിലൂടെ അസിസ്റ്റിലൂടെ കമ്മിൻസ് ഗോൾ സ്കോർ ചെയ്യുന്നു. 2-2 ഡ്രോ. സമനിലയിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്നു. എക്സ്ട്രാ ടൈം 5 മിനിറ്റ് ആയിരുന്നു. ആഡ് ടൈം 5 മിനിറ്റ് ആയിരുന്നു. ഈ 5 മിനിറ്റിനിടയിൽ അവർ ഒരു ലോങ് ഗോൾ കൂടി നേടി. ഒരു ലോങ് ഷോട്ടിലൂടെ ഒരു ഗോൾ നേടി. അതൊരു അത്യുഗ്രൻ സാധനമായിരുന്നു അവരുടെ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കിണ്ണക്കാച്ചി ഗോളായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പരാജയപ്പെട്ടു. അതിനിടയിൽ ബ്ലാസ്റ്റേഴ്സ് 88-ാം മിനിറ്റിൽ പെപ്രേനൊക്കെ ഇറക്കിയിരുന്നു. ഷഹീഫിനെ പിൻവലിച്ച് ഹോർമിപ്പാമിനെ ഇറക്കിയിരുന്നു. ഷഹീഫിൻ്റെ ഇമ്പാക്റ്റ് ഇന്നലത്തെ മത്സരത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഷഹീഫിന് ഒരു കൃത്യമായ പൊസിഷൻ റോൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയും പൊസിഷൻ മാറ്റം വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഏതായാലും 5-2 അങ്ങനെ എന്തോ ഫോർമേഷനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ടീമിന്. ഷഹീഫിൻ്റെ ഒരു കൃത്യമായ റോൾ ഇന്നത്തെ ഒരു വിജയത്തോടടുത്തിരുന്ന ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയണം. അടുത്തത് മുഹമ്മദൻ എഫ്സിയുമായി ഹോം മത്സരമാണ്. 22-ാം തീയതി വരുന്ന ഞായറാഴ്ച ഹോം മത്സരമാണ് വരുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയാം ബ്ലാസ്റ്റേഴ്സ് അവരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുമെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ പെനാൽറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഒരു പെനാൽറ്റി നമുക്ക് കിട്ടേണ്ടതായിരുന്നു, അത് നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു 3-3 ഡ്രോ ആവേണ്ടതായിരുന്നു. ഏതായാലും മത്സരം അവസാനിച്ചു, പരാജയപ്പെട്ടു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കളിയൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. ഇതിനേക്കാൾ മെച്ചപ്പെടുത്തി അടുത്ത കളിയിലും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. മുഹമ്മദൻ എഫ്സിയാണ്, കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ മാനേജ്മെൻ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മോഹൻ ബഗാൻ്റെ അടുത്ത മത്സരം ഹോം മത്സരത്തിൽ ഫ്രീ ടിക്കറ്റാണ് എല്ലാവർക്കും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ്. ഏതായാലും ഇങ്ങനെയൊക്കെ ആയിരിക്കണം മാനേജ്മെൻറ്റ്. എന്തായാലും താങ്ക് യു. വീഡിയോ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.